എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ വിഭവമായിട്ടാണ്. അതായത് ചില്ലി പനീർ. ചില്ലി പനീർ ഡ്രൈ ആണ്. ഡ്രൈ ആണെങ്കിലും ഗ്രേവി ആണെങ്കിലും സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ. വെള്ളത്തിന്റെ അളവ് മാത്രം മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇന്ന് വൃച്ചി വന്ന് ഇനി മുതൽ കുറേ ദിവസത്തേക്ക് നമ്മൾ കുറേ പേര് വെജിറ്റേറിയൻ ആണല്ലോ. അപ്പോൾ വീനസ് കറികളിൽ 90% വെജിറ്റേറിയൻ റെസിപ്പീസാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി പനീർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചില്ലി പനീർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് വളരെ രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ചില്ലി പനീർ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി, അതായത് 200 ഗ്രാം വെച്ചിട്ടും ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ 400 ഗ്രാം പനീർ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഫ്രീസറിലുള്ള പനീർ പുറത്തെടുത്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം ക്യൂബായി കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് പനീർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന പനീറിന്റെ പീസസ് ആണ്. നമുക്ക് മാറ്റി വെക്കാം. വീട്ടിലെങ്ങനെയാണ് പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണാൻ മറക്കരുതേ. ഇനി നമുക്ക് പനീറിനെ ഒന്ന് ആദ്യം തന്നെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് അല്ലെങ്കിൽ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് റെഡ് ഇല്ലെങ്കിൽ പച്ച വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലോട്ട് നമുക്ക് ഒരല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഡാർക്ക് സോയാ സോസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സോയാ സോസ് ആണ് അത് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ഉപ്പ്. അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് പനീറിന്റെ പീസസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പനീറിന്റെ പീസസിലോട്ടൊക്കെ ഈ മസാല ഒന്ന് പിടിക്കട്ടെ. മൊത്തത്തിൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്യട്ടെ കേട്ടോ എല്ലാത്തിലും. അപ്പൊ ഞാൻ മൊത്തത്തിൽ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് എങ്കിലും മിനിമം ഇതിങ്ങനെ വെച്ചോളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ആദ്യം കുറച്ചിട്ട് കോട്ട് ചെയ്യുക. അതിന് ശേഷം കുറച്ചും കൂടി ഇടുക. എന്നിട്ട് മാക്സിമം ഒട്ടും തന്നെ പരസ്പരം ഒട്ടി പിടിക്കാത്ത രീതിയിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് കോൺഫ്ലോർ ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വരണം കേട്ടോ. അത് മാത്രം നോക്കിയാൽ മതി. കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ അളവിൽ ചെയ്ത് നോക്കും ആദ്യം തന്നെ. അതിനുശേഷം വലിയ അളവിലോട്ട് പോയാൽ മതി. ഓക്കെ, ഇനി നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം. മൊത്തത്തിൽ 400 ഗ്രാം വറുത്ത് കോരാം. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിരുന്ന 200 ഗ്രാം വെച്ച് അതിന്റെ പകുതി വെച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മിക്കവാറും ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് ആദ്യം തന്നെ വറുത്ത് കോരാം. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത് പനീറിന്റെ കഷ്ണം കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് 2 ബാച്ച് ആയിട്ട് ഇതങ്ങ് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. നല്ല ക്രിസ്പി ആവുന്ന സമയത്ത് ഇതങ്ങ് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതേസമയം കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന ചില്ലി പേസ്റ്റിന്റെ അളവ് കുറച്ചോളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി കിച്ചൺ ഡിഷിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കടായിയുടെ ബ്രാൻഡ് ഏതാണ്. ഇത് പ്രസ്റ്റീജ് ആണ് കേട്ടോ. പ്രസ്റ്റീജിന്റെ ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ അത് പനീർ വറുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ പുതിയ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും പനീർ വറുത്ത എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ഒരു 4 പച്ചമുളക്. പച്ചമുളകിന്റെ എരിവനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അളവ് കുറച്ചോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വാടി കിട്ടട്ടെ. പച്ചമുളകിന്റെ എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ 2 കിട്ടാൻ മതി കേട്ടോ. എന്റെ പച്ചമുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് 4 ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കും ചേർത്ത് കൊടുക്കേണ്ടത് സവാള, കാപ്സിക്കം. അപ്പൊ എന്റെ അടുത്ത് 3 കളർ കാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ടു എന്ന് മാത്രം. അപ്പൊ പച്ച മാത്രം നിങ്ങളുടെ അടുത്തുള്ളൂവെങ്കിൽ പച്ച മാത്രം ഇട്ടാൽ മതിയോ കേട്ടോ. ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് കുഴയാൻ പാടില്ല. ആ ക്രഞ്ചിനെസ് വേണം എന്തായാലും. 1 മിനിറ്റിന് താഴെ ഹൈ ഫ്ലെയിമിലൊന്ന് ഇതങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. എല്ലാം അടുത്ത് വെക്കണേ. എല്ലാ സോസ് അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ സോസ് അന്വേഷിച്ച് അവിടേക്കും പോകാൻ പാടില്ല. ഇതെല്ലാം കരിഞ്ഞു പോകും. അതും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം.
ഒരു നുള്ളു പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്. നമ്മൾ സോസൊക്കെ ചേർത്ത കാരണം ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 200 ഗ്രാം പനീർ വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സോസിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണേ. ഇത്തിരി കൂടെ ഉപ്പ് കുറവുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെക്കുക. നമ്മുടെ കോൺഫ്ലവർ കുറച്ച് കലക്കിയത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തിക്കായാൽ മാത്രം മതി, ഒരുപാട് തിക്കാവണ്ട. അങ്ങനെ തിക്കായിരിക്കുന്ന ഇതിലിപ്പോൾ ഗ്രേവിയുടെ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. അത് റെഡി ആയതിനു ശേഷം മാത്രം ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എളുപ്പമാണ് സത്യം പറഞ്ഞത് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കോൺഫ്ലവറിന്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറണം. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇത് ഭയങ്കര ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്തിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് അങ്ങ് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. ഇത് തിക്കായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ളൊരു ചില്ലി പനീറാണ്. നിങ്ങൾ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് ഓഫ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി പോലെ തോന്നുമെങ്കിലും തണുക്കുമ്പോഴേക്കും ആ ഗ്രേവിയൊക്കെ വറ്റിക്കോളും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് മാറ്റം വരുത്തുക. ഇത്രയുള്ള പരിപാടി. ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓഫ് ചെയ്യാണ് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. ആ ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതങ്ങ് ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒരു ഫ്ലേവറും കിട്ടിക്കോളും. പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിടണമെങ്കിൽ ആവാട്ടോ. ഞാനിപ്പോൾ ഇഞ്ചി ഇടുന്നില്ല. ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ചില്ലി പനീർ റെഡിയാണ്. ഞാൻ ഫൈനലായിട്ട് ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ആയിരിപ്പുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെയുണ്ട്. ഇതിൻ്റെ ചൂട് ഇച്ചിരി കുറഞ്ഞ് കഴിയുമ്പോഴേക്കിനും അതങ്ങ് ഇത്രയും ഗ്രേവി പോലും ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ് കേട്ടോ. സൂപ്പർ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുതേ. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ കളർ ഒട്ടുമേ ചേർത്തിട്ടില്ല, എങ്കിൽ പോലും നല്ല കളർഫുൾ ആയിരിപ്പുണ്ട് നമ്മുടെ ഡിഷ്. അത് നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചില്ലി പേസ്റ്റിന്റെ ആണ്. അതുപോലെ തന്നെ നമ്മൾ സോസുകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അല്ലാണ്ട് കളറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അതേപോലെ അജിനോമോട്ടോ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പനീർ ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.